സ്നേഹത്തിൽ രണ്ട് വ്യക്തികളുടെ മനസ്സ് പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒന്നുമില്ലാതിരുന്ന വ്യക്തികളാണ്. അവർക്ക് പിന്നെ മനസ്സിന് പ്രോബ്ലങ്ങൾ വരാൻ തുടങ്ങിയായി. പല രീതിയിലുമുള്ള പ്രോബ്ലങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതുവരെ മനസ്സ് ഫ്രീ ആയി നടന്ന വ്യക്തികൾക്ക് ഇതാണ് ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം. അവരെ കാണണം, സംസാരിക്കണം, മെസ്സേജ് അയക്കണം, കാണാതിരിക്കാൻ പറ്റില്ല, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സുഖമാണോ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സങ്ങോട്ടായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സ്നേഹത്തിന്റെ മറ്റൊരു വശം. സത്യമായും ഹൃദയത്തിൽ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ സ്നേഹബന്ധങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നഗ്നമായ സത്യങ്ങളാണ്. അവർ ഒറ്റപ്പെടുമോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് പ്രോബ്ലം ആകും. ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അവരുടെ നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല. അപ്പം നമ്മുടെ സ്നേഹം അങ്ങോട്ട് കൂടുമ്പോൾ അവർക്കത് ഡിസ്റ്റർബ് ആകുമ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലി ഊരി പോകണം. അതിനെന്താണ് ചെയ്യേണ്ടത്? വളരെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇന്നുള്ളവർ. നമ്മളുടെ ബുദ്ധിയൊന്നുമല്ല, നമ്മുടെ ആത്മാർത്ഥതയൊന്നും ഇന്ന് ഒരു സ്ഥലത്തും വിലപ്പോകില്ല. ഇതാണ് സത്യം. സ്നേഹബന്ധങ്ങളിൽ പ്രത്യേകിച്ചും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സമയം അവർ കുറച്ച് സമയം അവരുടെ ആശ്വാസത്തിന് വേണ്ടി മാത്രം നമ്മളെ യൂസ് ചെയ്ത് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വസ്തുവാക്കി തീർത്ത് ആശ്വാസം കണ്ടെത്തിയതിനു ശേഷം പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അവർ അവിടെ നിൽക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മുടെ ആത്മാർത്ഥത കാരണം നമ്മൾ അവരെ അപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവർ ഒറ്റപ്പെടുമോ, അവർക്ക് എന്തെങ്കിലും പറ്റുമോ, അവരുടെ മനസ്സ് വേദനിക്കുമോ എന്നുള്ള ഒരു ഭാരമായിരിക്കും, ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളിൽ എപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്കത് ഡിസ്റ്റർബായിട്ടാണ് തോന്നുന്നത്. നമ്മളത് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും അവർക്കത് വിഷയമേ അല്ല. നമ്മുടെ ഉള്ളിൽ അത് വലുതാണ്, പക്ഷെ അവർക്കത് വെറും ശൂന്യമാണ്. എങ്ങനെ ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയിൽ നിന്ന്. ഇതാണ് വളരെ തന്ത്രപൂർവ്വമാണ് ഓരോ സ്നേഹബന്ധങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങളും നടക്കുന്നത്. ഇതാരും അറിയുന്നില്ല. എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച്, കള്ളങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മളോടുള്ള ആ ബന്ധം കുറച്ചു വെക്കും അവർ. അതിനുള്ള സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സത്യമാണെന്ന്. അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും. ആ രീതിയിലാണല്ലോ അതിൻ്റെ ഗതി ഇരിക്കുന്നത്, പോകിയിരിക്കുന്നത്. അത്രമാത്രം നമ്മൾ അവരെ വിശ്വസിച്ചു പോയില്ലേ, സ്നേഹിച്ചു പോയില്ലേ? നിങ്ങളെ അവർക്ക് മടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നത്, ബുദ്ധിപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ പറയുന്നതൊക്കെ അവരുടെ വെറും അടവുകൾ മാത്രമായിരുന്നു. നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള അടവുകൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിയായിരിക്കും. ഇവിടെയാണ് ആത്മാർത്ഥ ബന്ധങ്ങളിൽ, ആത്മാർത്ഥ സ്നേഹബന്ധങ്ങളിൽ പതിയിരിക്കുന്ന ഒരു അപകടം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതം ഇങ്ങനെയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ എല്ലാം സംഭവിക്കും. നമ്മളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുക. ഇപ്പോൾ സംസാരിച്ച് പോയേ ഉള്ളൂ. പിന്നീട് കാണുമ്പോൾ അവരുടെ ഭാവം മാറും, സ്വഭാവം മാറും, എല്ലാം മാറും. അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ തുടങ്ങുകയായി, പ്രവർത്തിക്കുകയായി, നിങ്ങൾ തകരുകയായി. പക്ഷെ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് അവർക്ക് നിങ്ങളോട് ഈ ചെയ്തതിൻ്റെ അവസ്ഥ തിരിച്ചു കിട്ടുന്നത്. ഉറപ്പായിട്ട് അത് കിട്ടിയിരിക്കും. ഇതാണ് അതിൻ്റെ സത്യം. പ്രകൃതി കൊടുത്തിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.